കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, സാർവത്രിക സഭയുടെ തലവനും വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയുമായ ഇന്ന് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ആരോഗ്യപരമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുവെന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും സഭയുടെ അറിയിപ്പിലൂടെയും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ നൈർമല്യമുള്ള ഒരു പരിശുദ്ധ പിതാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ നേതൃത്വം സഭയ്ക്ക് ദൈവികമായ വികാസത്തിനും പരിപോഷണത്തിനും വളരെയേറെ സഹായമായിക്കൊണ്ടിരിക്കുകയാണ്. സഭയ്ക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിലും ലോകത്തിലുള്ള എല്ലാവർക്കും ഹൃദ്യമായ നേതൃത്വവും ശുശ്രൂഷയുമാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും ലാളിത്യവും എളിമയും സേവന സന്നദ്ധതയും പാപങ്ങളോടുള്ള പ്രത്യേക പരിഗണനയുമെല്ലാം ഈ കാലഘട്ടത്തിൽ ദൈവികമായ നന്മകൾ നമ്മയെല്ലാം ഓർപ്പിക്കുന്ന ഒരു നേതൃത്വ ശൈലിയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയെ കുറേ കാലം കൂടി അനുഗ്രഹീതമായി നയിക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അദ്ദേഹത്തിന് ശാരീരികമായ ബലഹീനത അനുഭവപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ് ബുള്ളറ്റിൻ ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ലോകത്തിലെ 140 കോടിയോളം കത്തോലിക്കരുടെ നിശ്ചയത്തിനായ നേതാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുപോലെ തന്നെ ലോകത്തിലെ 250 കോടിയോളം വരുന്ന ക്രൈസ്തവരും അദ്ദേഹത്തെ ശ്രവിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ്. ക്രൈസ്തവരെ മാത്രമല്ല, ലോക ജനത മുഴുവൻ മാർപ്പാപ്പയുടെ സ്വരം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും വിനയത്തിൻ്റെയും അതുപോലെ തന്നെ മാനവിക സമത്വത്തിൻ്റെയും ഒക്കെ സന്ദേശം സ്വീകരിക്കുന്നവരാണ്. അതുപോലെ ഈ മാർപ്പാപ്പായുടെ രോഗാവസ്ഥയിൽ ക്രിസ്തീയമായ നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മാർപ്പാപ്പ വേഗം സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സഭയുടെ പിതാക്കന്മാർ എല്ലാവരും തന്നെ കർദിനാളന്മാരും ആർച്ച് ബിഷപ്പുമാരും മെത്രാന്മാരും വൈദികരും സന്യസ്തരും എല്ലാം ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇത് മാത്രമല്ല, ദൈവജനം മുഴുവൻ മാർപ്പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനവും നൽകിയിട്ടുണ്ട്. ഭാരത കത്തോലിക്ക സഭയുടെ മെത്രാൻ സമിതിയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലും ബത്തേരി രൂപതയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിലും നമ്മളുടെ സഭയിലും സമൂഹത്തിലുള്ള എല്ലാവരും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.